നമസ്കാരം. പ്രധാന വാർത്തകൾ. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞതാണെന്ന് ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയെന്നും മുൻ കേരള ഗവർണർ. ബിജെപിയെ പ്രതിനിധീകരിച്ചല്ല താൻ സംസാരിക്കുന്നതെന്നും പ്രതികരണം മാധ്യമങ്ങളിലൂടെ കേട്ടറിഞ്ഞ വിഷയത്തിലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാനത്ത് ഡയപ്പർ, സാനിറ്ററി നാപ്കിൻ ഉൾപ്പെടെ മുഴുവൻ ഖരമാലിന്യങ്ങളും സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ 5 മാസത്തിനകം ആരംഭിക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ്. ഷൊർണൂർ നഗരസഭയുടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചു. ശുചിത്വ നഗരത്തിൽ മലിനജല പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇത് നിർണായക ചുവടുവെപ്പ്. മണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന OP ഉടൻ ആരംഭിക്കണമെന്ന മുസ്ലിം ലീഗ്. ഡോക്ടറെ കണ്ടെത്തിയ ആഴ്ചകൾ കഴിഞ്ഞിട്ടും OP ആരംഭിക്കാത്തത് വലിയ വീഴ്ച. ഉടൻ നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന മുന്നറിയിപ്പ്. ഷൊർണൂരിൽ തെരുവ് നായ്ക്കൾ പെരുകുന്നു. സർക്കാർ ആശുപത്രി നായ്ക്കളുടെ താവളമായി. ബസ് സ്റ്റാൻഡ് പരിസരത്തും മാർക്കറ്റിലും തെരുവ് നായ്ക്കൾ ജനങ്ങൾക്ക് ഭീഷണിയാകുന്നതായി പരാതി. അമ്പലപ്പാറ പഞ്ചായത്തിൽ തെരുവ് നായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് തുടരുന്നു. വാണിയംകുളത്ത് അക്രമകാരികളായ കാട്ടുപന്നികളെ കൂട്ടത്തോടെ വെടിവെച്ചു കൊന്നു. വാണിയംകുളത്ത് അമിത വേഗതയിലെത്തിയ പിക്കപ്പ് വാൻ ഇടിച്ച് ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകനായ യുവാവിന് ഗുരുതര പരിക്ക്. തലയ്ക്ക് പരിക്കേറ്റ ഷൊർണൂർ മോഡൽ ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകൻ രാജൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. അപകടം നടന്നയുടൻ പിക്കപ്പ് വാൻ ഡ്രൈവർ ഇറങ്ങിയോടി. കാഴ്ച പരിമിതിയുള്ള കാട്ടാന പാലക്കാട് ടസ്കർ അഞ്ചാമന്റെ ചികിത്സയ്ക്കായി നടപടികൾ പുരോഗമിക്കുന്നു. വയനാട്ടിൽ നിന്ന് കുങ്കിയാനയെ പാലക്കാട് ധോണിയിലെത്തിച്ചു. പരന്ന സ്ഥലത്ത് വെച്ച് കാട്ടാനയെ മയക്കുവെടി വെച്ച് തളച്ച് അടുത്ത ദിവസം മുതൽ ചികിത്സ ആരംഭിക്കാൻ വനംവകുപ്പിന്റെ തീരുമാനം. വാർത്തകൾ വിശദമായി. കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കപ്പെട്ടെന്ന് ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ തൃശൂരിൽ പറഞ്ഞു. ഇതോടെ പ്രശ്നങ്ങൾ അവസാനിച്ചു. BJPയെ പ്രതിനിധീകരിച്ചല്ല താൻ സംസാരിക്കുന്നതെന്നും മാധ്യമങ്ങളിലൂടെ കേട്ടറിഞ്ഞ വിഷയത്തിലാണ് പ്രതികരണമെന്നും മുൻ കേരള ഗവർണർ പറഞ്ഞു. People from Kerala, particularly Shri Rajiv Chandrasekhar, they have been working full time to resolve the issue, and now issue stands resolved. So why we should be happy now that issue has been resolved. Sir, some of them said that it's okay. I'm not there to speak on behalf of BJP, but the issue which you are raising, that was important, and I don't have any other information. I know from the media reports only that Mr. Rajiv Chandrasekharan was actively engaged in getting this issue resolved, and he has finally succeeded. സംസ്ഥാനത്ത് ഡയപ്പർ, സാനിറ്ററി നാപ്കിൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ഖരമാലിന്യങ്ങളും സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ 5 മാസത്തിനകം ആരംഭിക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ്. ഷൊർണൂർ നഗരസഭയുടെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തെ മുഴുവൻ ശുചിത്വപൂർണ്ണമാക്കുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയുടെയും ശുചിത്വ മിഷന്റെയും 1,10 ലക്ഷം രൂപ ഫണ്ട് വിനിയോഗിച്ചാണ് നഗരസഭയുടെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഷൊർണൂർ ബസ് സ്റ്റാൻഡിനകത്ത് നിർമ്മിച്ച പ്ലാന്റിൽ പ്രതിദിനം 25,000 ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാൻ കഴിയും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ഡയപ്പർ, സാനിറ്ററി നാപ്കിൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ഖരമാലിന്യങ്ങളും സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ 5 മാസത്തിനകം ആരംഭിക്കുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ദ്രവമാലിന്യം, കക്കൂസ് മാലിന്യം എന്നിവ സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ സ്ഥാപിക്കുകയാണ് സർക്കാരിന്റെ അടുത്ത ലക്ഷ്യം. ഇത്തരം പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് ജനങ്ങൾ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മൾ 2 കൊല്ലമായിട്ട് ശ്രമിക്കുകയാണ്. ആകെ 4-5 സ്ഥലത്തേ വന്നുള്ളൂ. അതുകൊണ്ട് ഇനി സർക്കാർ തന്നെ നേരിട്ട് സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി പ്ലാന്റ് ആരംഭിക്കും. ഒരു ദിവസം 100 ടൺ ഡയപ്പറും സാനിറ്ററി വേസ്റ്റും സംസ്കരിക്കാനുള്ള സൗകര്യം കേരളത്തിലുണ്ട്. അത്ര ഇപ്പോൾ ആവശ്യമുള്ളൂ. ഭാവിയിൽ ആവശ്യം കൂടുകയാണെങ്കിൽ ഇതിന്റെ കപ്പാസിറ്റി കൂട്ടും. പിന്നെ പ്ലാസ്റ്റിക് അതീവ മാലിന്യങ്ങൾ ഇപ്പം 600 ടണ്ണാണ് കേരളത്തിൽ ഉണ്ടാവുന്നത്. അതിന് 240 ടൺ ഇപ്പം സംസ്കരിക്കാൻ RDF ആക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ കുറവുണ്ട്. അതുകൂടി ചേർത്ത് 720 ടൺ ഒരു ദിവസം RDF ആക്കി മാറ്റാൻ ആവശ്യമായ 6 പ്ലാന്റുകൾ
4 മാസം കൊണ്ട് കഴിഞ്ഞു. മാലിന്യം വലിച്ചെറിയുന്ന കാര്യത്തിൽ ജനങ്ങളുടെ മനോഭാവം ഇനിയും മാറ്റേണ്ടതുണ്ട്. മാലിന്യമുക്ത നവകേരളം പദ്ധതി ഉൾപ്പെടെ സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധ സംവിധാനങ്ങൾ ഒരുക്കി മുന്നോട്ട് വന്നതിന്റെ ഫലമായി കേരളത്തിലെ മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ശുചിത്വം കേരളത്തിന്റെ അജണ്ടയായി മാറിയെന്നും സർക്കാർ വന്നതിന് ശേഷം 32 പുതിയ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളും 7 കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റുകളും സ്ഥാപിക്കാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. സ്വച്ഛ് സർവേഷനിൽ മികച്ച നേട്ടം കൈവരിക്കുന്നതിന് പ്രയത്നിച്ച നഗരസഭയിലെ വിവിധ ജീവനക്കാരെ ചടങ്ങിൽ മന്ത്രി അനുമോദിച്ചു. ES കൃഷ്ണൻ എഴുതിയ ഷൊർണൂർ ഇന്ന് പുസ്തകത്തിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. ചടങ്ങിൽ P മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PS രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ P സിന്ധു, സ്ഥിരം സമിതി അധ്യക്ഷനായ SG മുകുന്ദൻ, V ഫാത്തിമത്ത്, ഫർസാന, K കൃഷ്ണകുമാർ, P ജിഷ, KM ലക്ഷ്മണൻ, ശ്രീകല രാജൻ, K ഗോപിനാഥൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ G വരുൺ, EP ഷൈനി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മാലിന്യ സംസ്കരണത്തിലും മലിനജല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ഷൊർണൂർ നഗരസഭ ഒരു ചുവട് കൂടി മുന്നോട്ട്. പുതിയ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിച്ചതോടെ നഗരത്തിലെ മലിനജല പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവുകയാണ്. ഷൊർണൂർ നഗരസഭ വികസനപാതയിൽ മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിട്ടിരിക്കുകയാണ്. നഗരസഭ ബസ് സ്റ്റാൻഡിൽ പുതിയ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിച്ചതോടെയാണിത്. ഇത്തരത്തിൽ ശുചിത്വത്തിന്റെ കാര്യത്തിൽ നഗരസഭ ഒരു ചുവടുകൂടി മുന്നോട്ടു പോവുകയാണ്. നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശൗചാലയം, റോഡുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള മലിനജലത്തിന് ശാശ്വത പരിഹാരമാവുകയാണ്. മഴക്കാല സമയത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും റോഡുകളിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പരാതികൾക്കും പ്ലാന്റ് നിർമ്മിച്ചതോടെ പരിഹാരമാകും. ഷൊർണൂർ നഗരം കേന്ദ്രീകരിച്ച് 1600ഓളം വ്യാപാര സ്ഥാപനങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടങ്ങളിൽ നിന്നുള്ള മലിനജലം പ്ലാന്റിലേക്ക് പൈപ്പ് മാർഗം എത്തിക്കാവുന്ന വിധത്തിലാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. പ്ലാന്റിന് സമീപത്തുനിന്ന് അകലെ സ്ഥിതി ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മലിനജലം ടാങ്കറിൽ ശേഖരിച്ച് പ്ലാന്റിൽ എത്തിക്കും. ശുചീകരിക്കുന്ന ജലം അഴുക്കുചാലിലൂടെ ഒഴുക്കിവിടും. കൃഷിക്കോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ പ്ലാന്റിൽ നിന്നും ശുദ്ധീകരിച്ച ജലം എടുക്കാനും സൗകര്യമൊരുക്കും. ന്യൂസ് സെന്റർ ഷൊർണൂർ. 15-കാരിയായ മകളെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്ത പിതാവിന്റെ ഓട്ടോറിക്ഷ കത്തിച്ച സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ റിമാൻഡ് ചെയ്തു. പാലക്കാട് മേപ്പറമ്പ് ഇന്ദിരാംകുന്ന് സ്വദേശി 28 വയസ്സുള്ള ആഷിഫ്, പിരായിരി പള്ളിക്കുളം സ്വദേശി 27 വയസ്സുള്ള ഷെഫീഖ് എന്നിവർ കഴിഞ്ഞ ദിവസം തന്നെ ടൗൺ നോർത്ത് പോലീസിന്റെ പിടിയിലായിരുന്നു. ഓട്ടോ ഡ്രൈവർ അസൈനാരുടെ വിദ്യാർത്ഥിനിയായ മകളെ പ്രതികൾ ശല്യം ചെയ്യുന്നത് പതിവായിരുന്നു. കഴിഞ്ഞ 1 മാസക്കാലമായി സ്കൂളിലേക്കും ട്യൂഷനും പോകാനും കഴിയാത്ത സ്ഥിതിയായിരുന്നു. മകൾ പിതാവിനോട് പരാതി പറയുകയും പിതാവ് ആഷിഫിനെ ചോദ്യം ചെയ്യുകയും ചെയ്തതാണ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കത്തിക്കലിൽ കലാശിച്ചത്. പോലീസിൽ പരാതി നൽകുമെന്ന പിതാവിന്റെ മുന്നറിയിപ്പിൽ പ്രകോപിതനായ ആഷിഫ് സുഹൃത്ത് ഷെഫീഖുമായി ചേർന്ന് പെട്രോൾ ഒഴിച്ച് ഓട്ടോറിക്ഷ കത്തിക്കുകയായിരുന്നു. ടൗൺ നോർത്ത് പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയത്. ഇരുവരെയും റിമാൻഡ് ചെയ്തു. ഓട്ടോറിക്ഷ കത്തിച്ചതോടെ ഉപജീവനമാർഗമില്ലാതായ അവസ്ഥയിലാണ് റഫീഖ്. പ്രതിയുടെ ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ട് മകളെ സഹോദരന്റെ വീട്ടിലാക്കിയിരിക്കുകയാണ് ഈ പിതാവ്. നമ്മൾ ഇന്നലെ അവിടെ പോയി നിന്നത് എന്താ സംഭവം അറിയണേ, ജോലി കഴിഞ്ഞ് വരുമ്പോൾ അതിനെ നിന്നതാണ്. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഈ പയ്യൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. 10-30 വയസ്സുണ്ടാവും എനിക്ക്. അത് കഴിഞ്ഞ് മോളുടെ കൂട്ടുകാർ അവർ ട്യൂഷൻ അങ്ങോട്ട് പോയ സമയത്ത് ഈ പയ്യൻ ഇതേമാതിരി ക്രോസ് ഇട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പിന്നാലെ പോയിട്ട് ചോദിച്ചാണ് എന്താ നീ ചെയ്യുന്നത്, നീക്ക് എന്താ ഈ കുട്ടികളെ തടയേണ്ട ആവശ്യം കുട്ടികളുടെ ഇതെന്ന് പറഞ്ഞപ്പോൾ അത് എൻ്റെ പെങ്ങളുടെ മകളാണെന്നൊക്കെ അവ ആദ്യം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മോൾ എങ്ങനെയാണ് നിന്റെ പെങ്ങളുടെ മകളാകുക, അത് എൻ്റെ മോളല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇല്ലൊക്കെ ആള് മാറിയതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അന്ന് പോയി. ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ സംഭവിക്കണേ ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോൾ അതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വന്നു, അവനും അവൻ്റെ അവിടേക്ക് പോയി വിളിച്ചിട്ട് പോയി. പിന്നെ രാത്രി ഒരു 12 മണി ആയിരിക്കുന്ന സമയത്താണ് രാത്രി 12 മണിയാകുമ്പോൾ വന്നിട്ട് ഉപജീവന മാർഗമാണ് ഇത്. ഇതിലാണ് ഇപ്പൊ നമ്മൾ സ്കൂൾ ട്രിപ്പ് കാര്യങ്ങൾ അതുകൊണ്ടാണ് ജീവിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിയംകുളത്ത് അമിത വേഗതയിലെത്തിയ പിക്കപ്പ് വാൻ ഇടിച്ച് ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകനായ യുവാവിന് ഗുരുതര പരിക്ക്. ഷൊർണൂർ മോഡൽ ഡ്രൈവിംഗ് സ്കൂളിലെ പരിശീലകനായ കളത്തിൽ തൊടി രാജനാണ് തലയ്ക്ക് സാരമായി പരിക്കേറ്റത്. പരിശീലനത്തിനായി പോകുന്നതിനിടെ വാണിയംകുളം ബാങ്കിന് സമീപത്തെ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച ശേഷം റോഡിലേക്ക് ഇറങ്ങുന്നതിനിടയിലാണ് അമിത വേഗതയിലെത്തിയ പിക്കപ്പ് വാൻ രാജനെ ഇടിച്ചത്. പിക്കപ്പിനുള്ളിലുണ്ടായിരുന്ന ഡ്രൈവർ ഇറങ്ങിയോടി. യുവാവിനെ ഇടിച്ച പിക്കപ്പ് വാഹനം തൊട്ടടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് നിന്നത്. ഇലക്ട്രിക് പോസ്റ്റ് മുറിഞ്ഞു. രാവിലെ 6 മണിയോടെയാണ് സംഭവം.
രാജനെ ആദ്യം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ട്രെയിനിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 6 കിലോ കഞ്ചാവ് പിടികൂടി. പരിശോധന തുടരുമെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു. ട്രെയിൻ മാർഗമുള്ള ലഹരിക്കടത്ത് തടയുന്നതിനായി പാലക്കാട് റെയിൽവേ ഡിവൈഎസ്പി എം ശശിധരന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. ഉച്ചയ്ക്ക് 1:30 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയ മംഗലാപുരം തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ബാഗിൽ സൂക്ഷിച്ച നിലയിൽ 6.2 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. വരും ദിവസങ്ങളിലും ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്ന് റെയിൽവേ പോലീസ് SI അനിൽ മാത്യു പറഞ്ഞു. പോലീസിന്റെ പരിശോധന കണ്ട് പ്രതി കഞ്ചാവ് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാകാമെന്നാണ് പോലീസ് നിഗമനം. റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിനൊപ്പം RPF SI അജിത്, PV രമേഷിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കാഴ്ച പരിമിതിയുള്ള കാട്ടാന പാലക്കാട് ടസ്കർ അഞ്ചാമന്റെ ചികിത്സയ്ക്കായി നടപടികൾ പുരോഗമിക്കുന്നു. ഇതിനായി കുങ്കിയാനയെ പാലക്കാട്ട് എത്തിച്ചു. വയനാട്ടിൽ നിന്ന് വിക്രമൻ എന്ന കുങ്കിയെയാണ് രാവിലെ ധോണിയിലെത്തിച്ചത്. പരന്ന സ്ഥലത്ത് വെച്ച് PT5 മയക്കുവെടിവെച്ച് അടുത്ത ദിവസം മുതൽ ചികിത്സ ആരംഭിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ചികിത്സയ്ക്കിടെ ആന വീഴാതിരിക്കാനായി പരന്ന സ്ഥലം വനംവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ജനവാസ മേഖലയിൽ ദിവസങ്ങളായി നിൽക്കുന്ന PT5 ശരീരത്തിൽ മുറിവുകളുണ്ടെന്ന് നേരത്തെ വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. കഞ്ചിക്കോട് വലിയേരി ഭാഗത്തെത്തിയ കാട്ടാനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടുത്തുനിന്ന് നിരീക്ഷിച്ചപ്പോഴാണ് മുറിവുകൾ കണ്ടെത്തിയത്. നെറ്റിയിലും കാലുകളിലുമാണ് മുറിവുകളുള്ളത്. ആനയ്ക്ക് കാഴ്ചക്കുറവുള്ളതിനാൽ പലയിടത്തായി ദേഹം തട്ടി മുറിഞ്ഞതാവാമെന്നാണ് സംശയം. മറ്റേതെങ്കിലും കാട്ടാനയുടെ ആക്രമണത്തിൽ മുറിവ് പറ്റാനുള്ള സാധ്യതയുമുണ്ട്. ഇരു കണ്ണുകൾക്കും കാഴ്ചക്കുറവുള്ള PT5 കണ്ണിൽ നിന്ന് നീരൊഴുകുന്നുമുണ്ട്. നടക്കാനും പ്രയാസം നേരിടുന്നു. തീറ്റയെടുക്കാതിരുന്ന ആനയ്ക്ക് പഴവർഗ്ഗങ്ങളിൽ വനംവകുപ്പ് മരുന്ന് നൽകിയെങ്കിലും ഫലം കണ്ടില്ല. ആനയ്ക്ക് കടുത്ത വേദനയുണ്ടെന്നാണ് അതിൻ്റെ ചലനത്തിൽ നിന്ന് വ്യക്തമാകുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആനയെ മയക്കുവെടിവെച്ച് പിടികൂടി ചികിത്സ നൽകുന്ന നടപടികളുടെ ഭാഗമായി ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് പാലക്കാട്ട് എത്തിയിട്ടുള്ളത്. അടുത്ത ദിവസം തന്നെ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ആന സമതല പ്രദേശത്തെത്തുമ്പോൾ മയക്കുവെടിവെച്ച് വീഴ്ത്തി ചികിത്സ ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിരീക്ഷണം ഇപ്പോഴും തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ തെരുവ് നായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നടത്തി. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. അമ്പലപ്പാറയിലും പരിസര പ്രദേശങ്ങളിലും തെരുവ് നായ്ക്കളുടെ ശല്യം ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹകരണത്തോടെ പഞ്ചായത്തിൽ ഉടനീളം തെരുവ് നായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നടത്തിയത്. പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് കാസിം, വിവിധ വാർഡംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. രാവിലെ 6-ന് തുടങ്ങിയ യജ്ഞം നാളെ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കും. വാക്സിനേഷൻ ടീമും അനിമൽ റെസ്ക്യൂ ഫോഴ്സിന്റെ 5-അംഗ സംഘവും വിവിധ പ്രദേശങ്ങളിലെത്തിയാണ് തെരുവ് നായ്ക്കളെ വലവീശി പിടിച്ച് പ്രതിരോധ കുത്തിവയ്പ് നടത്തിയത്. 250-ലധികം നായ്ക്കൾക്ക് കുത്തിവയ്പ് നൽകാൻ കഴിയുമെന്ന് അമ്പലപ്പാറ മൃഗാശുപത്രിയിലെ ഡോക്ടർ M. ജെറീഷ് പറഞ്ഞു. 90,000 രൂപയാണ് പഞ്ചായത്ത് ഇതിനായി നീക്കിവെച്ചിട്ടുള്ളത്. പഞ്ചായത്ത് പരിധിയിൽ 400-ലേറെ തെരുവ് നായ്ക്കളുണ്ടെന്നാണ് ഏകദേശ കണക്ക്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഉപദ്രവകാരികളായ കാട്ടുപന്നികളെ കൂട്ടത്തോടെ വെടിവെച്ചു വന്നു. ആണിയംകുളം പഞ്ചായത്തിലെ ചോറോട്ടൂരിലും പരിസര പ്രദേശങ്ങളിലും നടത്തിയ 18 മണിക്കൂർ ദൗത്യത്തിലാണ് 50 കാട്ടുപന്നികളെ കൊന്നൊടുക്കിയത്. മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ അംഗീകാരമുള്ള 9 ഷൂട്ടർമാരും 20ഓളം സഹായികളും ചേർന്നാണ് ദൗത്യത്തിനിറങ്ങിയത്. 5 വേട്ടനായ്ക്കളും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസും വാണിയംകുളം പഞ്ചായത്തും സംയുക്തമായാണ് കാട്ടുപന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത്. വാണിയംകുളം പഞ്ചായത്തിലെ 12, 13, 6, 7, 9 എന്നീ 5 വാർഡുകളിലായിരുന്നു കാട്ടുപന്നി വേട്ട. ശനിയാഴ്ച രാത്രി തുടങ്ങിയ വേട്ട ഞായറാഴ്ച വൈകിട്ടാണ് അവസാനിച്ചത്. കാട്ടുപന്നികൾ കൂട്ടമായെത്തി പ്രദേശത്ത് കൃഷി നശിപ്പിക്കുന്നത് പതിവായിരുന്നു. നാട്ടുകാർക്കും വലിയ ശല്യമായിരുന്നു കാട്ടുപന്നികൾ. അലി നെല്ലേങ്കര, ദേവകുമാർ വരിക്കത്ത്, ചന്ദ്രൻ വരിക്കത്ത്, VJ തോമസ്, മുഹമ്മദ് അലി, രമേശ് മച്ചാട്ട്, KP ഷാൻ, AS ബേബി, വേലായുധൻ വരിക്കത്ത് എന്നീ ഷൂട്ടർമാരാണ് ദൗത്യത്തിന് നേതൃത്വം നൽകിയത്.
ഇവരെ സഹായിക്കാൻ നാട്ടുകാരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂരിൽ തെരുവ് നായ്ക്കൾ പെരുകുന്നു. ഗവൺമെന്റ് ആശുപത്രി നായ്ക്കളുടെ വിഹാര കേന്ദ്രമായതോടെ ചികിത്സ തേടിയെത്തുന്നവരും പരിസരവാസികളും ഭീതിയിലാണ്. നഗരത്തിലെ മാർക്കറ്റിലും ബസ് സ്റ്റാൻഡിലുമെല്ലാം തെരുവ് നായ്ക്കൾ അലഞ്ഞു തിരിയുന്നുണ്ട്. ഒറ്റപ്പാലത്തെ ABC കേന്ദ്രത്തിൽ വന്ധ്യംകരണത്തിന് വിധേയമാക്കിയ നിരവധി നായ്ക്കളെ ഷൊർണൂരിൽ തുറന്നുവിട്ടതായി അടുത്തിടെ ഒരാരോപണം ഉയർന്നിരുന്നു. ഇത് ശരിവെക്കും വിധമാണ് നഗരത്തിൽ നായ്ക്കളുടെ വ്യാപനം. നഗരത്തിലും സർക്കാർ ആശുപത്രി വളപ്പിലും വിലസുന്ന തെരുവ് നായ്ക്കളിൽ പല പ്രായക്കാരുമുണ്ട്. ചെറു ശുനകന്മാർ മുതൽ വൃദ്ധശ്വാനന്മാർ വരെ. നായ്ക്കൾ പെരുകിയതോടെ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തുന്ന രോഗികളും ജീവനക്കാരും പരിസരവാസികളുമെല്ലാം വലിയ ഭീതിയിലാണ്. OP ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിന് സമീപവും വിവിധ കെട്ടിടങ്ങൾക്കരികിലും നായ്ക്കൾ തന്നെ നായ്ക്കൾ. പേവിഷബാധ സംബന്ധിച്ച വാർത്തകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ നായ്ക്കൾ നിറഞ്ഞ നഗരത്തിൽ എത്തുന്നവർക്ക് ഉള്ളിൽ ഒരാളലാണ്. നഗരസഭാ ബസ് സ്റ്റാൻഡ് മാർക്കറ്റിലെ നായ്ക്കൂട്ടം പൊതുവെ ശാന്തരായാണ് അറിയപ്പെടുന്നതെങ്കിലും എപ്പോഴാണിവ വർഗസ്വഭാവം പ്രകടിപ്പിക്കുകയെന്ന് ഉറപ്പിക്കാനാകില്ല. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും കൊച്ചി പാലം പരിസരത്തുമുള്ള തെരുവ് നായ്ക്കൾ അക്രമകാരികളാണെന്ന് പറയപ്പെടുന്നു. ഈ ഭാഗങ്ങളിൽ ചില യാത്രക്കാർക്കു നേരെ ചെറിയ രീതിയിലുള്ള ആക്രമണം സമീപ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. തെരുവുനായ പ്രശ്നം ഭരണാധികാരികളെയും വല്ലാത്ത പ്രതിസന്ധിയിലാണ് അകപ്പെടുത്തുന്നത്. നായ്ക്കളെ നശിപ്പിക്കാൻ നിയമങ്ങൾ തടസ്സമായി നിൽക്കുമ്പോൾ പുനരധിവാസം എന്ന മാർഗം മാത്രമാണ് വഴി. നായ്ക്കളുടെ എണ്ണം കുറച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച അനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി ദയനീയ പരാജയമായി. പേവിഷബാധയുൾപ്പെടെയുള്ള രോഗബാധിതരായ തെരുവ് നായ്ക്കൾക്ക് ദയാവധമെന്ന ആശയവുമായി അതിൻ്റെ സാധ്യതകൾ തേടി മുന്നോട്ടു പോവുകയാണ് സംസ്ഥാന സർക്കാർ. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇക്കാര്യത്തിൽ ഫലപ്രദമായ എന്തെങ്കിലും ചുവടുവെപ്പ് നടത്താനാകൂ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പറളിയിൽ ഗൃഹനാഥൻ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് അയൽക്കാരന്റെ ഭീഷണിയെ തുടർന്നെന്ന് ബന്ധുക്കൾ. പറളി കമ്പ ചേന്നം പുരവീട്ടിൽ 51 വയസ്സുള്ള KC മണിയെയാണ് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബന്ധുക്കളായ ഇരു വീട്ടുകാരും തമ്മിൽ കാലങ്ങളായി വഴിത്തർക്കമുള്ളതായി നാട്ടുകാരും പറയുന്നു. പറളി കമ്പയിൽ ഗൃഹനാഥൻ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് അയൽവാസിയുമായുള്ള വഴിത്തർക്കത്തെ തുടർന്നെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. കമ്പ ചേന്നുമ്പുര 51 വയസ്സുള്ള KC മണിയാണ് ശനിയാഴ്ച രാത്രി തേനൂരിന് സമീപം ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടത്. അയൽവാസി വഴി തടഞ്ഞു കെട്ടിയെന്ന് പറയുന്ന മതിൽ പൊളിച്ചു മാറ്റാതെ മൃതദേഹം വീട്ടിലേക്ക് കയറ്റില്ലെന്ന് നാട്ടുകാരും ബന്ധുക്കളും ഉറച്ചു നിന്നതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയായി. തുടർന്ന് മങ്കര പോലീസ് അധികൃതരുടെ സാന്നിധ്യത്തിൽ മതിൽ പൊളിച്ചു മാറ്റിയ ശേഷമാണ് മൃതദേഹം വീട്ടിലേക്ക് കയറ്റിയത്. ബന്ധുക്കളായ ഇരു വീട്ടുകാരും തമ്മിൽ കാലങ്ങളായി വഴിതർക്കമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. വഴി വില്ലേജ് രേഖകളിലുണ്ടെന്നും തർക്കത്തെ തുടർന്ന് റവന്യൂ അധികൃതരെത്തി ഇത് തിട്ടപ്പെടുത്തിയതുമാണെന്നാണ് പറയുന്നത്. 46 കുടുംബങ്ങൾക്കും കുടുംബക്ഷേത്രത്തിനും അവകാശപ്പെട്ട വഴി ഒരു വ്യക്തി കൈവശപ്പെടുത്തിയെന്ന് പരാതിക്കാർ ആരോപിക്കുന്നു. കൂടാതെ ആരോപണ വിധേയനായ വ്യക്തി മണികണ്ഠന് വീടിനു നേരെ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചതും തർക്കത്തിനിടയാക്കിയിരുന്നു. തന്റെയും കുടുംബത്തിന്റെയും സ്വകാര്യത ഹനിക്കുന്ന രീതിയിൽ ക്യാമറ വെച്ചുവെന്ന മണികണ്ഠന്റെ പരാതിയിൽ മങ്കര പോലീസ് സംഘം കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ഭാര്യ ബിന്ദു, മക്കൾ മിഥുൻദാസ്, മിബിൻദാസ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൊഴിലുറപ്പ് പദ്ധതി ഉദ്യോഗസ്ഥർ അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ച് മണ്ണൂരിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് പ്രതിഷേധ ധർണ നടത്തി. കോൺഗ്രസ് ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ A. ഹുസൈൻ ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. ഉദ്യോഗസ്ഥർ പദ്ധതി അട്ടിമറിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെടാത്തത് പ്രതിഷേധാർഹമാണെന്ന് പഞ്ചായത്ത് അംഗം ഹുസൈൻ ഷഫീഖ് പറഞ്ഞു. കാരണം മണ്ണൂർ പഞ്ചായത്തിൽ 10 വർഷം കഴിഞ്ഞാൽ മാത്രമാണ് ഒരു പണിയെടുത്താൽ ആ പറമ്പിൽ പിന്നീട് പണി നൽകുവാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ സാധാരണപ്പെട്ട ആളുകൾക്ക് ഇവിടെ പണി ലഭ്യമാകുക? അതേപോലെ തന്നെ ഇപ്പോൾ പുതിയ നിയമം വന്നിരിക്കുക. നമ്മുടെ വീടുകളുടെ 4 അതിരുകളിൽ മാത്രം ബണ്ട് കുഴിക്കാൻ പറ്റും, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ബണ്ട് കുഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധ്യമാവുന്ന കാര്യമാണോ? കൃഷി ഓഫീസറുടെ സാക്ഷ്യപത്രം വേണമെന്ന് ആദ്യം പറയുന്നു, സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം വേണമെന്ന് ആദ്യം പറയുന്നു, സെക്രട്ടറിക്ക് 10 വർഷം കഴിയാതെ സാക്ഷ്യപത്രം കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. സാധാരണപ്പെട്ട ആളുകൾ മണ്ണൂർ പഞ്ചായത്തിൽ ഇങ്ങനെയാണെങ്കിൽ 10 വർഷത്തിൽ പണിയെടുക്കാത്ത ഏത് പറമ്പാണ് മണ്ണൂർ പഞ്ചായത്തിലുള്ളത്? വാർഡ് മെമ്പർ സുനിത പ്രേമദാസ് അധ്യക്ഷത വഹിച്ചു. CDS അംഗം KM നൂർജഹാൻ, ADS അംഗങ്ങളായ അനുമോൾ, ലത, ദീപ, LC തോമസ്, ശ്രുതി, സുനിത, പ്രസന്ന തുടങ്ങിയവരും നിരവധി തൊഴിലാളികളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വയലി മഴോത്സവം വിളംബരത്തിന്റെ ഭാഗമായി പാട്ടുത്സവം നടന്നു. ദേശമംഗലം ആറങ്ങോട്ടുകര വയലരങ്ങിൽ നടന്ന പാട്ടുത്സവം തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് C. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ വയലി ഡയറക്ടർ വിനോദ് അധ്യക്ഷത വഹിച്ചു.
പ്രദീപ് വയലിയുടെ നേതൃത്വത്തിൽ മഴ പ്രമേയമായ കവിതകൾ, നാടൻ പാട്ടുകൾ എന്നിവയുണ്ടായി. ദീപ്തി വിനോദ് ശാസ്ത്രീയ ഗാനങ്ങളിലെ മഴരാഗങ്ങൾ, സിനിമാ ഗാനങ്ങളുടെ അവതരണം എന്നിവ നടത്തി. മലയാള സാഹിത്യ രചനകളിൽ കാലവർഷത്തിൻ്റെ പ്രസക്തി എന്ന വിഷയത്തിൽ പ്രാദേശിക എഴുത്തുകാരുടെ സംഗമവും നടന്നു. അന്യം നിന്നു പോകുന്ന വള്ളുവനാടിൻ്റെ തനത് കലയായ കുടച്ചോഴി എന്ന കലാരൂപവും അരങ്ങേറി. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ തൊഴിലാളികളാണ് കുടച്ചോഴി അവതരിപ്പിച്ചത്. ആസ്വാദകർക്ക് ഇതേറെ പുതുമയുള്ള അനുഭവമായി. ഓഗസ്റ്റ് 9-10 തീയതികളിൽ നടക്കുന്ന മഴോത്സവം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വിവിധ കലാപരിപാടികളോടെ സമാപിക്കും. കഴിഞ്ഞ 2 മാസമായി ഒന്നിടവിട്ട ഞായറാഴ്ചകളിൽ ആറങ്ങോട്ടുകര വയലരങ്ങിൽ മഴോത്സവം വിളംബരങ്ങൾ നടന്നുവരികയായിരുന്നു. പ്രാദേശിക എഴുത്തുകാരുടെ സംഗമത്തിൽ വി. ഗിരീഷ്, ജയപ്രകാശ് വരവൂർ, ചിത്രലേഖ ടീച്ചർ എന്നിവർ പങ്കെടുത്തു. മഴോത്സവം 2025 കോർഡിനേറ്റർ എം. ഭാഗ്യനാഥ്, കുട്ടൻ ആറങ്ങോട്ട്, മനോ വയലി, സുദീപ് വയലി, വിശ്വനാഥ് വരവൂർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കൊടായി പുളിന്തറ കരിയങ്കോട് റോഡിൽ അപകടം പതിയിരിക്കുന്നു. റോഡിന് കുറുകെയുള്ള കലുങ്കിന് മുകളിലെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണതോടെയാണിത്. ഒരാഴ്ചയായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. കോട്ടായി റോഡിന് കുറുകെയുള്ള കലുങ്കിന് മുകളിലെ കോൺക്രീറ്റ് സ്ലാബാണ് തകർന്നു വീണത്. ഇതേ തുടർന്ന് പുളിന്തറ കരിയങ്കോട് റോഡിൽ അപകടം പതിയിരിക്കുന്ന അവസ്ഥയായി. PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടുത്ത കാലത്താണ് റോഡ് നിർമ്മിച്ചത്. ബസ് റൂട്ടുള്ള റോഡാണിത്. സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ സർവീസ് നടത്തുന്ന പാതയാണ്. കോൺക്രീറ്റ് സ്ലാബ് തകർന്നതിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. സ്ലാബിൻ്റെ മറുവശത്തു കൂടിയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. ഭാരം മുഴുവനും ഒരു വശത്തായാൽ ആ ഭാഗവും തകരുമെന്നും അങ്ങനെ വന്നാൽ ഇതുവഴി ഗതാഗതം നിലയ്ക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നും നാട്ടുകാർ പറയുന്നു. സ്ലാബ് തകർന്നിട്ട് ഒരാഴ്ചയായിട്ടും ബന്ധപ്പെട്ട അധികൃതർ എത്തി അറ്റകുറ്റപ്പണിക്ക് നിർദ്ദേശം നൽകാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന OP ഉടൻ ആരംഭിക്കണമെന്ന് മുസ്ലിം ലീഗ്. ഇന്റർവ്യൂ നടത്തി ഡോക്ടറെ കണ്ടെത്തി ആഴ്ചകൾ കഴിഞ്ഞെങ്കിലും ഇനിയും OP പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞില്ലെന്ന് മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ VM അൻവർ സാദിഖ് പറഞ്ഞു. നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ആരംഭിക്കുമെന്നും അൻവർ സാദിഖ് മുന്നറിയിപ്പ് നൽകി. പനിയുമായി ബന്ധപ്പെട്ട് എത്തുന്നവർക്ക് ഉച്ചവരെ 2 ഡോക്ടറുടെ സേവനം ലഭ്യമാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചികിത്സിക്കാൻ സ്വകാര്യ ആശുപത്രികളെ സമീപിക്കേണ്ട അവസ്ഥയാണ്. സായാഹ്ന OPക്ക് ഇൻ്റർവ്യൂ നടത്തി ഡോക്ടറെ കണ്ടെത്തി ആഴ്ചകൾ കഴിഞ്ഞെങ്കിലും ഇനിയും OP പ്രവർത്തിക്കാനായില്ലെന്നും VM അൻവർ സാദിഖ് കുറ്റപ്പെടുത്തി. 8 മണി മുതൽ രോഗികൾ ഹോസ്പിറ്റലിന് മുന്നിൽ വന്നിരിക്കുകയാണ്. ഡോക്ടർമാർ എത്തുമ്പോൾ തന്നെ 9:30 10 മണിയാവുന്നുണ്ട്. 1 മണിയാവുമ്പോഴേക്കും അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് അവർ പോവുകയും ചെയ്യുമ്പോൾ പിന്നീട് ഹോസ്പിറ്റലിൽ ആരുമില്ലാത്ത ഒരു അവസ്ഥയാണ്. ഫാർമസിയിലാണെങ്കിൽ മരുന്നില്ലാതെ ജനങ്ങൾ വലയുകയാണ്. ഒരു മരുന്നും അവിടെ കിട്ടാനില്ല. എത്രയും വേഗം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ അനാസ്ഥ പരിഹരിച്ച് OP എത്രയും വേഗം തുടങ്ങാനുള്ള നടപടികൾ സ്വീകരിക്കണം. ആരോഗ്യ കേന്ദ്രത്തിൽ വേണ്ടത്ര മരുന്നുകൾ എത്തിക്കുക, ഡോക്ടർമാർ സമയനിഷ്ഠത പാലിക്കുക, ജീവനക്കാർ കൃത്യസമയം വരെ ഡ്യൂട്ടി ചെയ്യുക എന്നീ ആവശ്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചു. ഇക്കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെന്നും നടപടിയുണ്ടായില്ലെങ്കിൽ ആശുപത്രിക്ക് മുന്നിൽ സമരം ആരംഭിക്കുമെന്നും പഞ്ചായത്ത് അംഗം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആഘോഷിച്ചു. ഇടവക വികാരി ഫാദർ ജപമാല പീറ്റർ ലോറൻസ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ സെന്റ് ആന്റണീസ് ചർച്ച് KCYM-ന്റെയും കാക്കറ്റിസം വിഭാഗത്തിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ഗ്രാൻഡ് പാരന്റ്സ് ഡേ 2025 ആഘോഷിച്ചത്. ഇടവക വികാരി ഫാദർ ജപമാല പീറ്റർ ലോറൻസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും ബഹുമാനിക്കും സ്നേഹിക്കും പുറപ്പെടുന്ന ചെയ്തു. അതാണ് ആവശ്യം. അപ്പോൾ ഈ നല്ല സുഖത്തില് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്കുമുള്ള സീറ്റ് കൊടുക്കുക. മുത്തശ്ശനും മുത്തശ്ശി അല്ലാത്തവര് ബാങ്കിലേക്ക് പോവുക. അവർക്ക് സ്ഥലം കൊടുക്കുക. നടക്കാൻ പറ്റാത്തവരെല്ലാം അവിടെ ഇരിക്കുക. കേട്ടോ, പ്രൊസഷനിലേക്ക് വേണ്ട നടക്കാൻ
പർട്ടിക്കുലർ പൊസിഷനിലേക്ക് വരിക. യേശുവിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയുമായി വിശുദ്ധ ജോക്കോ കിമിൻ്റെയും അന്നയുടെയും തിരുനാൾ ദിനത്തോടനുബന്ധിച്ചാണ് ഇത്തരമൊരു ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. വിശുദ്ധ കുർബാനയ്ക്ക് പാരിഷ് കൗൺസിൽ നേതൃത്വം നൽകി. KCYM മേഖലാ പ്രസിഡന്റ് സോനു ജസ്റ്റിൻ, കാറ്റക്കിസം പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ജസ്സ, സിസ്റ്റർ റിനി മരിയ, വിൻസെന്റ് ജോർജ് എന്നിവർ സംസാരിച്ചു. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ സ്വാഗത നൃത്തം നടത്തി. യുവാക്കൾ ആശംസാപത്രം മുത്തശ്ശന്മാർക്ക് നൽകി ആദരിച്ചു. ഫാദർ ജപമാല പീറ്റർ ലോറൻസ് ഇടവകയ്ക്കു വേണ്ടി സ്നേഹോപഹാരം നൽകി. പ്രാർത്ഥനയോടെയാണ് ചടങ്ങിന് സമാപനമായത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. NCP മണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശമടങ്ങിയ ലഘുലേഖ വിതരണം ചെയ്തു. ലഘുലേഖ പ്രകാശനവും വിതരണോദ്ഘാടനവും മണ്ണൂർ രാജകുമാരനുണ്ണി നിർവഹിച്ചു. മണ്ണൂർ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും വീടുകൾ സന്ദർശിച്ചാണ് ലഘുലേഖ വിതരണം നടത്തിയത്. ലഘുലേഖയുടെ വിതരണോദ്ഘാടനവും പ്രകാശനകർമ്മവും മണ്ണൂർ രാജകുമാരനുണ്ണി മാസ്റ്റർ നിർവഹിച്ചു. NCP മണ്ഡലം വർക്കിംഗ് പ്രസിഡന്റ് V ഹരിദാസിനെ നൽകിക്കൊണ്ടാണ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത്. സ്വാതന്ത്ര്യദിന സന്ദേശം എല്ലാ വീടുകളിലേക്കും എത്തിക്കാൻ, സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രത്യേകതകൾ, സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയതിൻ്റെ ആവശ്യം എന്നുള്ളതും ആ സ്വാതന്ത്ര്യം എങ്ങനെ പരിരക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം. ജില്ലാ സെക്രട്ടറി SJN നജീബ്, P വിനോദ്, NS ഹംസ, KS നിയാസ്, KS ജുനു എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ മുഴുവൻ വീടുകളിലും ലഘുലേഖ വിതരണം നടത്തും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA വാർഷിക പൊതുയോഗവും ഇതോടൊപ്പം നടന്നു. ഷൊർണൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ 2024-25 വർഷത്തെ THSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. ഇതോടൊപ്പം PTA വാർഷിക പൊതുയോഗവും ചേർന്നു. P മമ്മിക്കുട്ടി MLA വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. അത് കഴിഞ്ഞ് പിന്നീട് പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ഒന്നുകിൽ പാസിൽ നേടിയിട്ടുണ്ടാവും, പാസിലാണ്, മറ്റേ ഫെയിലുമാണ്. അപ്പോൾ കുറേ ആളുകളെ പാസ്സാക്കാനും കുറേ ആളുകളെ തോൽപ്പിക്കാനുമാണ് അന്നത്തെ പരീക്ഷ രീതി ഉണ്ടായത്. ഫെയിൽഡ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് വരും, പിന്നീട് നമുക്ക് ജയിക്കാനാണെങ്കിൽ പരീക്ഷ ഇടാനൊക്കെ മാറുന്നുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസിനാണ്. ഹയർ സ്റ്റഡീസിന് എലിജിബിൾ നേടിയിരിക്കുന്നു, യോഗ്യത നേടിയിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ പഠന രീതിയിലും പാഠ്യപദ്ധതിയിലും പഠന പ്രവർത്തനങ്ങളിലും എല്ലാം വലിയ മാറ്റം കാലത്തിനനുസരിച്ച് കൊണ്ട് വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഒരു വലിയ മത്സര ബുദ്ധിയോടുകൂടി തന്നെയാണ് ഓരോ വിദ്യാലയങ്ങളും തങ്ങളുടെ കുട്ടികളെ ഉന്നതരാക്കി വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമം നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫികൾ MLA വിതരണം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ മുഖ്യപ്രഭാഷണം നടത്തി. PTA വൈസ് പ്രസിഡന്റ് M രാമദാസ്, RT പ്രസാദ് തോമസ്, പ്രിൻസിപ്പൽ LR ഗീത, PK ശശീന്ദ്രൻ, MK സ്മിത തുടങ്ങിയവർ സംസാരിച്ചു. PTA ട്രഷറർ A വിനോദ് കുമാർ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. സൂപ്രണ്ട് VB കതീഷ് സ്വാഗതവും KA ഗിരീഷ് നന്ദിയും പറഞ്ഞു. PTA വാർഷിക പൊതുയോഗത്തിൽ ചർച്ച, എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്നിവയുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 2004 ശ്രീനഗറിലെ രാജ്ഭാഗ് ബാരിക്കിൽ തീവ്രവാദി ആക്രമണമുണ്ടായത് ക്യാമ്പ് സുരക്ഷ ഒരുക്കേണ്ട ഡ്യൂട്ടി കമാൻഡിന്റെ അനാസ്ഥ മൂലമെന്ന് സേനയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട കോട്ടായി സ്വദേശിയുടെ ആരോപണം. തീവ്രവാദി ആക്രമണത്തിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തി വീടിന് മുന്നിൽ വെച്ച ഫ്ലക്സ് പോലീസ് ഭീഷണിപ്പെടുത്തി നീക്കിയതായും കോട്ടായി സ്വദേശി അയ്യപ്പദാസ് പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 2004 ഓഗസ്റ്റ് 4 രാജ്ഭാഗ് തീവ്രവാദി ആക്രമണത്തിൽ 10 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. 11 ജവാന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തിരിച്ചുള്ള ആക്രമണത്തിൽ 2 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. 69 ബറ്റാലിയൻ ഇൻസ്പെക്ടറുടെ സന്തത സഹചാരിയും ക്യാമ്പിന്റെ എല്ലാ സാഹചര്യവും അറിയാവുന്നതുമായ യുവാവാണ് തീവ്രവാദ ആക്രമണത്തിന് സഹായിച്ചത്. ആക്രമണത്തിന്റെ വസ്തുതകൾ മറച്ചുവെച്ചാണ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയത്. രാജ്യത്ത് പുൽവാമയിലുൾപ്പെടെ ഉണ്ടായ തീവ്രവാദ ആക്രമണങ്ങൾ അനാസ്ഥയുടെ ഭാഗമാണെന്നും അയ്യപ്പദാസ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. തീവ്രവാദ ആക്രമണങ്ങളിൽ ജവാന്മാർ മരിക്കുന്നത്
തടയപ്പെടേണ്ടതാണ്. തെറ്റുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും അയ്യപ്പദാസ് ആവശ്യപ്പെട്ടു. അത് പുറത്താക്കാണ്. ഈ കാരണത്തിൽ എന്നെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചതിന് പുറത്താക്കാണ്. പക്ഷേ ആ തെറ്റല്ല എന്നുള്ളത് തെളിയിക്കാനുള്ള രേഖ എനിക്ക് കിട്ടി. പക്ഷെ ഞാൻ എന്തിനാണ് ഈ പുറത്തായി നിന്ന് എനിക്കിത് ഇതാക്കണമല്ലോ. 2006 അതിന്റെ രേഖകൾ എനിക്കുണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് രേഖകളുണ്ട്. ഞാൻ തെറ്റുകാരനെല്ലാം തെളിയിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ട്. പക്ഷെ എനിക്ക് ഇത് തെളിയിച്ചിട്ട് ഞാൻ കയറുന്നു. ഇത് കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് വേണ്ടി ഇന്ത്യയുടെ ഖജനാവിന് കോടികളുടെ നഷ്ടം ഉണ്ടാക്കിയ സംഭവം. ഒരു ജവാൻ ഒരു കാരണവുമില്ലാതെ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു ഇതാണ്. ഞാൻ അവിടെ ആ ബറ്റാലിയനിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ്. ഒന്ന് പറഞ്ഞാൽ നമ്മുടെ സുഖങ്ങളൊന്നും അറിയില്ല. നിങ്ങൾക്ക് എന്ത് വേണം ചോദിക്കാം, ഞാൻ പറയും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സഹായത്തോടുകൂടി നിർമ്മിച്ച സോളാർ പദ്ധതി പ്രവർത്തനം തുടങ്ങി. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. നമ്മുടെ മുണ്ടൂർ പഞ്ചായത്തിൽ ഇപ്പോൾ റിട്ടയർ ജീവിതം നയിക്കുന്ന നമ്മുടെ ശ്രീ അജിത്ത് മാതൃഭൂമിയുടെ എല്ലാ വാർത്തകളും ഇതുപോലെയുള്ള വാർത്തകളൊക്കെ തന്നെ ജനങ്ങളിലെത്തിക്കുന്ന അദ്ദേഹം ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കോങ്ങാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് അതിൻ്റെ കപ്പാസിറ്റിയുടെ കാര്യമൊന്നും എനിക്ക് കൃത്യമായ ഓർമ്മയില്ല. 60 KV എന്തായാലും 10 ലക്ഷത്തിൽ കുറയാത്ത സംഖ്യ. അതിനൊരു ജനറേറ്റർ അവിടെ ലഭ്യമായി. ചടങ്ങിൽ കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷാജിദ, രാമചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നന്ദിനി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലത, ഡോക്ടർ രാജൻ എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ AK സുരേഷ് സ്വാഗതവും രമാ മുരളി നന്ദിയും പറഞ്ഞു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ പ്രതിനിധി അജിത്ത്, മറ്റു ജനപ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ചെറുതുരുത്തി കോഴിവമ്പറമ്പ് 10ാം നമ്പർ അംഗൻവാടി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. റോട്ടറി ക്ലബ് GGR സന്ധ്യ മണ്ണത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായ നിധി റോട്ടറി ക്ലബ്ബ് പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് 10ാം നമ്പർ അംഗൻവാടി കുട്ടികൾക്കായി സ്കൂൾ ബാഗ് ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത്. അംഗൻവാടിയായ MK ശ്രീദേവിക്ക് നൽകി. റോട്ടറി ക്ലബ്ബ് GGR സന്ധ്യ മന്നത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കുഞ്ഞു പൈതങ്ങൾക്കായി, കുഞ്ഞു മക്കൾക്കായി റോട്ടറി ക്ലബ് കരുതിയിരിക്കുന്നത് ബാഗുകളും പുസ്തകങ്ങളും പെന്നുകളും ഒക്കെയാണ് അവരുടെ പഠനാവശ്യത്തിനായി. അതുകൊണ്ട് തന്നെ എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും ഷൊർണൂർ റോട്ടറി വക നമ്മുടെ അംഗൻവാടിയിലെ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും അവരുടെ പ്രവർത്തകർക്കും ഞങ്ങളിവിടെ നേരുകയാണ്. എല്ലാവരും നാടിന്റെ മികച്ച പൗരന്മാരായി ഭാവിയിൽ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി. ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനാത്ത്, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് മുന്നംഗം PK തമ്പിമണി, ദീപ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി മിൽക്ക് ഡേ ആഘോഷം സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക വിനീത ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകരമായ ഭക്ഷണശീലം കുട്ടികളിൽ രൂപപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് മിൽക്ക് ഡേ ആഘോഷം സംഘടിപ്പിച്ചത്. പാലിന്റെ പോഷക ഗുണങ്ങളെക്കുറിച്ചുള്ള ലഘുവായ വിവരണത്തോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ അധ്യാപകർ പാലിന്റെ പ്രധാന ഗുണങ്ങൾ വിശദീകരിച്ചു. പരിപാടി ആസ്വാദ്യമാക്കാൻ നിരവധി ആക്ടിവിറ്റികളും സംഘടിപ്പിച്ചു. വിവിധതരം പാൽ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, പാലിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഗുണങ്ങളെക്കുറിച്ചുള്ള ചാർട്ട് പ്രദർശനം, പാലിൽ നിറങ്ങൾ ചേർത്തുകൊണ്ടുള്ള വിസ്മയകരമായ പരീക്ഷണം തുടങ്ങിയവ നടന്നു. റോൾ പ്ലേ ആക്ടിവിറ്റികൾ, ചിത്രരചന എന്നിവ ആഘോഷത്തിന് നിറവും ഊർജവും പകർന്നു. കുട്ടികൾ ഏറെ ആഹ്ലാദത്തോടെയാണ് പരിപാടികൾ ആസ്വദിച്ചത്. കൊച്ചുകുട്ടികളെ സംബന്ധിച്ച് ആഘോഷം ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വളർത്തുന്നതിനും പ്രകൃതിയോടും മൃഗങ്ങളോടുമുള്ള കൃതജ്ഞതയും സ്നേഹവും പുലർത്തുന്നതിനുള്ള ചുവടുവെപ്പുമായി മാറി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഭക്തി പ്രഭാഷണം നടന്നു. വാവനൂർ ശ്രീപതി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പാൾ സ്മിത ദാസ് പ്രഭാഷണം നടത്തി. കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിൽ ഞായറാഴ്ചകളിൽ ഭക്തിപ്രഭാഷണം നടത്തിവരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഈ ഞായറാഴ്ച വാവനൂർ ശ്രീപതി ആർട്സ് സയൻസ് കോളേജ് പ്രിൻസിപ്പാൾ സ്മിത ദാസ് പ്രഭാഷണം നടത്തിയത്.
ഭാരതത്തിന്റെ ധർമ്മസംഹിത എന്താണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇങ്ങനെ നമ്മുടെ മൂല്യങ്ങളെ നശിപ്പിക്കാൻ ഒരുപ്പെടുന്ന ഒരു വിഭാഗത്തിനോട് നമുക്ക് എതിരിട്ട് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ അവരുടെ കൂടെ കൂടിച്ചേരുകയാണ് ചെയ്യാം. അങ്ങനെ സംഭവിക്കാം. നമുക്കിതിനെ എതിർത്ത് നിൽക്കാനുള്ള കഴിവില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ഉള്ളിൽ നമ്മൾ പെട്ടുപോകും. അപ്പൊ സനാതന മൂല്യങ്ങളെ കുറിച്ച്, ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ച് സാധാരണ ജനങ്ങളെ ഓർമ്മിപ്പിക്കുക എന്നതാണ് ഇതിഹാസങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ഉദ്ദേശം. ക്ഷേത്രത്തിൽ ഗൂഡല്ലൂർ ബ്രദേഴ്സ് സ്പോൺസർ ചെയ്ത ലഘുഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. കർക്കിടക മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയായ ഓഗസ്റ്റ് 10 ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും വിശേഷ പൂജകളും ഉണ്ടായിരിക്കും. വെള്ളിനേഴി VTB കോളേജ് പ്രിൻസിപ്പാൾ നാരായണൻ നമ്പൂതിരി ഭക്തി പ്രഭാഷണം നടത്തും. ആനയൂട്ട്, ഭജനമണ്ഡപത്തിൽ പ്രസാദഊട്ട് എന്നിവയും നടക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് പട്ടാമ്പി താലൂക്ക് ജനറൽ ബോഡിയും കുടുംബസംഗമവും പട്ടാമ്പി പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. RSS ഖണ്ഡ് സംഘചാലക് VV രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ജനറൽ സെക്രട്ടറി K മണികണ്ഠൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വർക്കിംഗ് പ്രസിഡന്റ് റിട്ടയർഡ് കേണൽ M അച്യുതൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി AK മുരളീധരൻ, സൈന്യ മാതൃശക്തി ജില്ലാ പ്രസിഡന്റ് ജയ അച്യുതൻ, താലൂക്ക് ട്രഷറർ VP ഗംഗാധരൻ, സൈനിക മാതൃശക്തി താലൂക്ക് പ്രസിഡന്റ് ശ്രീദേവി വിജയരാജ് എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. കൃഷ്ണപ്രകാശ് പ്രസിഡന്റായും KP ജയരാജൻ സെക്രട്ടറിയായും VP ഗംഗാധരൻ ട്രഷററായും താലൂക്ക് കമ്മിറ്റി നിലവിൽ വന്നു. സൈന്യ മാതൃശക്തി താലൂക്ക് ഭാരവാഹികളായി പ്രസിഡന്റ് ശ്രീദേവി ജയരാജ്, സെക്രട്ടറി G സ്മിത, ട്രഷറർ TK ബിനു, ട്രഷറർ TK ബിന്ദു എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് താലൂക്ക് NSS യൂണിയന്റെ രാമായണ മാസാചരണ പരിപാടികൾ ഭക്തി നിർഭരം. വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK മേനോൻ നിർവഹിച്ചു. താലൂക്ക് NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് K ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. രാമായണ പഠനത്തിന്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കി AM പ്രഭാകരൻ നായർ പ്രഭാഷണം നടത്തി. യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ, ആധ്യാത്മിക വിഭാഗം കോർഡിനേറ്റർ സോമസുന്ദരൻ മാസ്റ്റർ, നെന്മാറ NSS കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുജ, NSS ഇൻസ്പെക്ടർ KS അശോക് കുമാർ, യൂണിയൻ ഭാരവാഹികളായ R ശ്രീകുമാർ, P സന്തോഷ് കുമാർ, മോഹൻദാസ് പാലാട്ട്, V രാജ്മോഹൻ, C കരുണാകരനുണ്ണി, A അജി, KP രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ഗീതാ പ്രവർത്തനം, ഗീതയുടെ മഹാത്മ്യം, ഗീത സമകാലിക ജീവിതത്തിൽ വേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച്, ഗീതയെക്കുറിച്ചുള്ള അറിവ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനം നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ന് പാരായണം കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു പുസ്തകം ഗീതയുടെ തന്നുകൊണ്ടാണ് നമ്മളതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. ആ ഗീതാ പുസ്തകം സ്വാമി ചിന്മയാനന്ദ സ്വാമി, ഗീതയുടെ പ്രചാരകനായ ഗീത ലോകമാകെ പ്രചരിപ്പിച്ച ചിന്മയാനന്ദ സ്വാമി അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനമടങ്ങുന്ന ചിന്മയ ഗ്രൂപ്പ് ഇറക്കുന്ന പുസ്തകമാണ് എല്ലാവർക്കും ഇന്ന് തരുന്നത്. 3 ഗ്രൂപ്പുകളായി രാമായണ പാരായണ മത്സരം നടന്നു. 10 വയസ്സ് മുതൽ 20 വയസ്സുവരെയുള്ളവരുടെ വിഭാഗത്തിൽ നിവേദ്യ K കുമാർ എടത്തറ 1ാം സ്ഥാനം നേടി. 21 വയസ്സ് മുതൽ 45 വയസ്സുവരെയുള്ളവരുടെ വിഭാഗത്തിൽ തേനൂർ സ്വദേശിനി അനഘാജി നായർക്കാണ് 1ാം സ്ഥാനം. 45 വയസ്സിന് മുകളിലുള്ള വിഭാഗം 1ാം സ്ഥാനം കുന്നത്തൂർമേട് സ്വദേശിനി പുഷ്പവല്ലി നമ്പ്യാർക്ക് ലഭിച്ചു. പങ്കെടുത്ത 70ഓളം പേർക്ക് ഭഗവത്ഗീത സമ്മാനമായി നൽകി. വിജയികൾക്ക് സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ്റെ ഫ്രെയിം ചെയ്ത ചിത്രമാണ് സമ്മാനമായി നൽകിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി വറോഡ് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ കരയോഗ മന്ദിരത്തിൽ ലളിത സഹസ്രനാമ സ്തോത്രവും വിളക്ക് പൂജയും നടത്തി. വനിതാ സമാജം പ്രസിഡന്റ് A ഇന്ദുലക്ഷ്മി, സെക്രട്ടറി സുധ, ജോയിന്റ് സെക്രട്ടറി ശ്രീലേഖ, കരയോഗം സെക്രട്ടറി K സോമകുമാരൻ, വൈസ് പ്രസിഡന്റ് കുമാരൻ നായർ, ജോയിന്റ് സെക്രട്ടറി MP മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. വർഷങ്ങൾക്ക് ശേഷം ഈ കരയോഗ മന്ദിരത്തിൽ വെച്ച് നമ്മൾ ലളിത സഹസ്രനാമ അർച്ചന, വിളക്ക് പൂജ എന്ന പേരിൽ ലളിത സഹസ്രനാമ അർച്ചന ഇപ്പോൾ നടത്തപ്പെടുകയാണ്. ഇത് ഈ അർച്ചന കൊണ്ട് ഭൂമിയിലെ എല്ലാ ജനാജനങ്ങൾക്കും മാത്രമല്ല കുടുംബങ്ങൾക്കും, ഇത് പൂജിക്കുന്നവർക്കും, ഇത് കേൾക്കുന്നവർക്കും, ഇത് കാണുന്നവർക്കും എല്ലാം തന്നെ മോക്ഷപ്രാപ്തി നൽകുന്ന ഒരു മന്ത്രമാണ് ലളിത സഹസ്രനാമ മന്ത്രം. SJM സുന്നി ജമാഅത്തുൽ മുഅല്ലിമീൻ തൃശൂർ ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 5 ചൊവ്വാഴ്ച വെട്ടിക്കാട്ടിരി കേന്ദ്ര ജുമാ മസ്ജിദ് കോൺവെന്റ് KJM ഹാളിൽ നടക്കും. രാവിലെ 7:30 മുതൽ വൈകിട്ട് 4:30 വരെയാണ് പരിപാടി. സമ്മേളനത്തിന്റെ
ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി സമസ്തയുടെ പോഷക സംഘടനകൾ വ്യത്യസ്തമായും വിപുലമായ പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ കീഴ്ഘടകങ്ങളിൽ അധ്യാപകരെ പ്രതിനിധാനം ചെയ്യുന്ന SJM സുന്നി ജമയത്തുൽ മുഅല്ലമീൻ തൃശൂർ ജില്ലാ സമ്മേളനം ചൊവ്വാഴ്ച രാവിലെ 7:30 മുതൽ വൈകിട്ട് 4:30 വരെ വെട്ടിക്കാട്ടിരി കേന്ദ്ര ജുമാ മസ്ജിദ് കോൺവെന്റ് KJM ഹാളിൽ സംഘടിപ്പിക്കും. അധ്യാപക രംഗത്തെ മികവും കാലികതയും സാധ്യമാകുന്ന വിവിധ ട്രെയിനിംഗ് സെഷനുകൾ, മഹല്ല് മദ്രസ തലങ്ങളിൽ ജനകീയ പങ്കാളിത്തത്തോടെ ലഹരിമുക്ത മഹല്ലുകളും ഗ്രാമങ്ങളും സൃഷ്ടിക്കാൻ പര്യായമായ കോച്ചിംഗ് ക്ലാസുകൾ എന്നിവ നടക്കും. രാവിലെ ഉദ്ഘാടന സമ്മേളനം സമസ്ത തൃശൂർ ജില്ലാ പ്രസിഡന്റ് മൊയ്തീൻകുട്ടി മുസ്ലിയാർ താഴപ്ര നിർവഹിക്കും. കൂടാതെ മറ്റു വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ സംബന്ധിക്കും. സമ്മേളനത്തിന്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത സാധ്യമാക്കിയ വിദ്യാഭ്യാസ വിപ്ലവം എന്നീ പല സെഷനുകളും നടക്കും. സമസ്ത തൃശൂർ ജില്ലാ പ്രസിഡന്റ് താഴപ്പറ മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുന്ന മഹത്തായ സമ്മേളനം സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി സുലൈമാൻ സഖാഫി കുഞ്ഞുകുളം, സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി PSK മൊയ്തുബാക്കറി മാടവന, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, AR എക്സൈസ് തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഗിനീഷ് AR എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ K അബ്ബാസ് മുസ്ലിയാർ, M ഹുസൈൻ സഖാഫി, MM അബ്ദുൽ ലത്തീഫ് സഖാഫി, CM അബൂബക്കർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. മറ്റൊരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലകൻ ഗൗതം ഗംഭീറിനെതിരെ സീനിയർ താരങ്ങൾ വലിയ വിമർശനമാണ് ഉയർത്തുന്നത്. ഗംഭീറിന്റെ ഏകപക്ഷീയ നിലപാടുകൾ ടീമിന് ദോഷമാകുന്നതായാണ് പരാതി. ഇന്ത്യൻ ടീമിനെ രക്ഷപ്പെടുത്താൻ കോച്ചിനെ മാറ്റണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? മാറ്റിലേക്ക് മാറ്റില്ല. ഗംഭീർ കുഴപ്പമില്ല ആള്. മറ്റേ നല്ല പഴയ ആൾക്കാർ എങ്ങനെ ചെയ്യണം അതന്നെ അയാളും ചെയ്യണത്. ഇതിപ്പോൾ ഗംഭീർ കളിക്കാരുടെ അവർ ഇയാളെ അനുസരിച്ച് പോയാൽ നല്ല കാര്യമാണ്. അതന്നെ ചെയ്യാൻ പറ്റുന്നത്. അയാളെ ഗംഭീരനെ മാറ്റിക്കൊണ്ട് വേറെ ആൾ വന്നാലും തന്നെ ചെയ്യാം. വേറൊരു കോച്ച് വന്നാലും തന്നെയല്ലേ ചെയ്യണത്. അതേ ഒരു കാര്യം. കളിക്കാർ ഒരേ മനോഭാവത്തിൽ ഇതിൽ പോയിന്റ് വെച്ചാൽ സംഗതി അത് നന്നായിരിക്കും. അല്ല, ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് മാറ്റുന്ന കാര്യത്തിൽ പറയാനുള്ള ഒരു അർത്ഥമില്ല. കാരണം നമ്മൾ അവൈലബിൾ പ്ലേയേഴ്സിൽ എടുത്തിരിക്കുന്ന സ്ക്വാഡിൽ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത പ്ലേയേഴ്സിനെ ബൗളേഴ്സിനെ എടുക്കാതെ നമ്മൾ കോച്ചിനെ മാറ്റാമെന്ന് പറയുന്നത് തീരെ ശരിയല്ല. ആ ഹർഷദീപ് സിംഗിനെ എടുത്ത് ലക്ഷം പേസറിനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതല്ലായിരുന്നു സ്ഥിതി. നമ്മുടെ സീരീസ് 3-2 നമ്മൾ സീരീസ് ജയിച്ചിട്ടായിരുന്നു. അതാണ് ഇതിന് കോച്ചിനെ മാറ്റുന്നതിനുള്ള യാതൊരു അഭിപ്രായം തീരെ ശരിയല്ലാണ് എൻ്റെ ഒരു നിലപാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞതാണെന്ന് ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയെന്നും മുൻ കേരള ഗവർണർ. BJPയെ പ്രതിനിധീകരിച്ചല്ല താൻ സംസാരിക്കുന്നതെന്നും പ്രതികരണം മാധ്യമങ്ങളിലൂടെ കേട്ടറിഞ്ഞ വിഷയത്തിലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാനത്ത് ഡയപ്പർ, സാനിറ്ററി നാപ്കിൻ ഉൾപ്പെടെ മുഴുവൻ ഖരമാലിന്യങ്ങളും സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ 5 മാസത്തിനകം ആരംഭിക്കുമെന്ന് മന്ത്രി MB രാജേഷ്. കണ്ണൂർ നഗരസഭയുടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചു. ശുചിത്വ നഗരത്തിൽ മലിനജല പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇത് നിർണായക ചുവടുവെപ്പ്. മണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന OP ഉടൻ ആരംഭിക്കണമെന്ന മുസ്ലിം ലീഗ്. ഡോക്ടറെ കണ്ടെത്തിയ ആഴ്ചകൾ കഴിഞ്ഞിട്ടും OP ആരംഭിക്കാത്തത് വലിയ വീഴ്ച. ഉടൻ നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന മുന്നറിയിപ്പ്. ഷൊർണൂരിൽ തെരുവ് നായ്ക്കൾ പെരുകുന്നു. സർക്കാർ ആശുപത്രി നായ്ക്കളുടെ താവളമായി. ബസ് സ്റ്റാൻഡ് പരിസരത്തും മാർക്കറ്റിലും തെരുവ് നായ്ക്കൾ ജനങ്ങൾക്ക് ഭീഷണിയാകുന്നതായി പരാതി. അമ്പലപ്പാറ പഞ്ചായത്തിൽ തെരുവ് നായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് തുടരുന്നു. വാണിയംകുളത്ത് അക്രമകാരികളായ കാട്ടുപന്നികളെ കൂട്ടത്തോടെ വെടിവെച്ചു കൊന്നു. വാണിയംകുളത്ത് അമിത വേഗതയിലെത്തിയ പിക്കപ്പ് വാൻ ഇടിച്ച് ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകനായ യുവാവിന് ഗുരുതര പരിക്ക്. തലയ്ക്ക് പരിക്കേറ്റ ഷൊർണൂർ മോഡൽ ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകൻ രാജൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. അപകടം നടന്നയുടൻ പിക്കപ്പ് വാൻ ഡ്രൈവർ ഇറങ്ങിയോടി. കാഴ്ച പരിമിതിയുള്ള കാട്ടാന പാലക്കാട് ടസ്കർ അഞ്ചാമന്റെ ചികിത്സയ്ക്കായി നടപടികൾ പുരോഗമിക്കുന്നു. വയനാട്ടിൽ നിന്ന് കുങ്കിയാനയെ പാലക്കാട് ധോണിയിലെത്തിച്ചു. പരന്ന സ്ഥലത്ത് വെച്ച് കാട്ടാനയെ മയക്കുവെടി വെച്ച് തളച്ച് അടുത്ത ദിവസം മുതൽ ചികിത്സ ആരംഭിക്കാൻ വനംവകുപ്പിന്റെ തീരുമാനം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.